ഒരു കുടുംബം ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെ. പറയട്ടെ സഹോദര, വിവാഹ ജീവിതം, വിവാഹമാമാങ്കം, ഇസ്ലാമിലെ വിവാഹം അത് വളരെ പരിശുദ്ധമാണ്, വളരെ കളങ്കമറ്റതാണ്, ഏറെ കൂലി വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിലെ വിവാഹം, ഇസ്ലാമിലെ മാരേജ്, ഇസ്ലാമിലെ വൈവാഹിക ജീവിതം അത് ഏറെ പരിശുദ്ധമാണ്. അത് കുട്ടിക്കളിയല്ല, അത് തമാശയല്ല, അതങ്ങനെ ഗോസ്ബെരിയായി കൊണ്ടുപോകേണ്ടതല്ല. വളരെ ക്ലിയറോട് അള്ളാന്റെ പൊരുത്തത്തിനായി അള്ളാഹ് പറഞ്ഞ ദീനനുസരിച്ച് മട്ടം പോലെ നടത്തപ്പെടേണ്ട കാര്യമാണ് വിവാഹം. അത് പരിശുദ്ധമായിരിക്കണോ? കാരണം അള്ളാന്റെ കലാമ് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ഞങ്ങളെ ഹലാലാക്കി ഏൽക്കുകയാണ്. ഏതോ ഒരു പെണ്ണ്, ഏതോ ഒരു വീട്ടിലെ പെണ്ണ്, ഇതുവരെ പരിചയമില്ലാത്ത പെണ്ണ്, ഒരു ബന്ധവുമില്ലാത്ത പെണ്ണ്, അള്ളാന്റെ കലിമത്ത് പറഞ്ഞിട്ട് അവന്റെ അമാനത്തായ നിലക്ക് ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഖുർആൻ തന്നെയാണത്. മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് അമാനത്താണ്. നീ കെട്ടിയ പെണ്ണ് അത് അമാനത്താണ്, അത് സൂക്ഷിപ്പ് സ്വത്താണ്. പടച്ച റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് നീ ഏറ്റെടുത്ത കാര്യമാണ്. അത് നീ കൊണ്ടുവന്നിട്ട് പൊരന്റെ ഉള്ളിൽ ഇടിച്ച് ചമ്മന്തിയാക്കാനുള്ളതല്ല, അടിച്ചു പരത്താനുള്ളതല്ല, കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് വേദനിപ്പിക്കപ്പെടേണ്ട പൊന്നമോളല്ല. നീ നല്ലോണം പിരിശപ്പാട് കൊടുത്ത്, സ്നേഹം കൊടുത്ത്, വാത്സല്യം കൊടുത്തിട്ട് നല്ല പൊന്നുപോലെ നോക്കാൻ വേണ്ടി നീ ഏറ്റെടുത്ത് കൊണ്ടുവന്ന അമാനത്താണ് നിന്റെ ഭാര്യയാകുന്ന പെണ്ണ്. അവളെ നീ ബഹുമാനിക്കണേ, അവളെ നീ പിരിശം വെക്കണേ. പരിശുദ്ധ റസൂലുള്ളാഹ്, പരിശുദ്ധ റസൂലുള്ളാഹ്. പെണ്ണിനെ ബഹുമാനിക്കണോ, ഭാര്യയെ ബഹുമാനിക്കണോ? ഭാര്യമാരെ ബഹുമാനിക്കാത്തവൻ നിന്ദ്യനാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ കട്ടൻ ചായ കൊണ്ടുവരുമ്പോ നീ സോഫാ സെറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നീ എണിച്ചിട്ട് നിന്നിട്ട് നീക്കോണം. ബക്ക് ബക്ക് ആടെ ബക്ക്, നീ ആടെ ബക്ക് എന്നിങ്ങനെ ചെല്ലിട്ട് ബക്ക് ബക്കും ചെല്ലാൻ നീ കർസേന മേധാവി ഒന്നുമല്ല. മാത്രൊരു ജീത്തതാളു, ഒരു കൂലിയാളു അല്ലേ? നീ മിലിറ്ററി കമാൻഡർ എപ്പോ എന്താ നീ കിച്ചണിലേക്ക് ഏകദേശം 3200 3800 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വരെ, 3 തട്ടിന്റെ വരെ, താഴെയുണ്ട് 12 റൂം. ഇടീ റൂമിലെ കാത്തലേക്ക് അങ്ങനെ പോയിട്ട് കിച്ചണിലേക്ക് എത്തുമ്പോൾ ഏകദേശം 20 മിനിറ്റ് അതിന് അത്ര നീളത്തിന്റെ വരെ. എന്നിട്ട് അടുത്തോളം പോയിട്ട് ചായ ഉണ്ടാന്ന് മൂട് തുറന്ന്, പാത്രത്തിന്റെ മൂട് തുറന്ന് നോക്കിയിട്ട് നോക്കുമ്പോൾ ചായ ഉണ്ട്, റെഡി, നല്ല ചൂട് ചായ ഉണ്ട്. എന്നിട്ട് അങ്ങനെ കയ്യും പിഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് എത്തുമ്പോൾ, സിറ്റ് ഔട്ടിലേക്ക് എത്തുമ്പോൾ 17 മിനിറ്റ് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ചെല്ലാൻ പറഞ്ഞാ ഒരു ഗ്ലാസ് ചായ കൊണ്ട. നീ എവിടെ നിന്നല്ല പോയിട്ട് വന്ന്, നീ ഏടുന്ന് വന്ന്, നീ ഉണ്ടായില്ല നോക്കിയിട്ട് വന്നിപ്പോ ആടെ തന്നെയല്ലേ ഗംഗാധരന്റെ ഹോട്ടലിൽ പോയി നോക്കി വന്നല്ലേ? ഹലോ ഉസ്താദ്, അങ്ങനെ പറയുന്നത് തെറ്റെന്നല്ല, നിനക്ക് പണിയില്ലേ? ഇവള് മാത്രം ഒരു വേലക്കാരിയായി കൊണ്ടുവന്നതല്ലോ, അല്ലല്ലോ. അവള് സ്നേഹവാചനമാണ്, അവള് നിന്റെ ജീവിത പങ്കാളിയാണ്. എല്ലാം കൊണ്ട് നീ അവളോട് സഹകരിച്ചു പോകേണ്ടവളാണ്. അവളെ എല്ലാ ജോലിയിലും നിനക്ക് പങ്കുണ്ടാകേണ്ടതാണ്, എല്ലാ കാര്യത്തിലും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അതേ പൊന്നാര നബി തങ്ങള് രാവിലെ ആയാൽ ഞാനതാ എന്റെ വീടിന്റെ ജോലിയിൽ ഏർപ്പെടുമ്പോ മുത്തുനബി തങ്ങളെ പാത്രവുമായിട്ട് പാല് കറക്കാൻ ചെല്ലോ. ആടിന്റെ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ പാല് കറക്കാൻ വേണ്ടി നബി തങ്ങള് പോകുമായിരുന്നു. പാല് കറന്നിട്ടങ്ങ് വന്നിട്ട് ആദ്യമായിട്ട് ആ ഗ്ലാസ്സിലെ പാല് നബി തങ്ങള് കുടിക്കുന്നതിന് മുമ്പ് എന്നിലേക്ക് നീട്ടിയിട്ട് പറയുകയാണ്, ആയിഷ ഇശ്റബി, ആയിഷ കുടിക്കുക, ആയിഷ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ആദ്യമായിട്ട് അങ്ങ് നീട്ടുമ്പോ ഞാൻ ആ പാലങ്ങെടുത്തിട്ട് കുടിക്കോ. ഞാനങ്ങ് കുടിക്കുന്ന നേരത്ത് എന്റെ മുഖത്തേക്ക് തന്നെ റസൂലുള്ളാഹി തങ്ങൾ നോക്കുകയാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, ഞാൻ എഴുതിക്കൊണ്ടുവന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ, നബി തങ്ങൾ ഞാനങ്ങനെ കുടിക്കുമ്പോ എന്നെ തന്നെ നോക്കും. എനിക്കങ്ങനെ മതിയായിട്ട് ഞാനങ്ങ് പാതി പാൽ അങ്ങോട്ട് നബി തങ്ങൾക്ക് നീട്ടുമ്പോ നബിയെ മതി നബിയെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ മുത്തു നബി തങ്ങൾ പിന്നെയും പറയുകയാണ്, ആയിഷ ഇനിയും കുടിച്ചോ. ഞാനങ്ങനെ പിന്നെയും കുടിക്കോ. മതിയായി എന്നായാൽ, എനിക്ക് വെടിഞ്ഞോ എന്നായാൽ ഞാൻ ആ കുടിച്ച പാലിന്റെ ബാക്കിയത നബി തങ്ങൾക്ക് കൊടുക്കുകയാണ്. ആ നേരത്തെ ഞാൻ ഏത് ഭാഗത്തേക്കാണോ ബായി വെച്ച് കുടിച്ചത് ആ
ഗ്ലാസിന്റെ ഏതു ഭാഗത്തേക്കാണോ ബായ് വെച്ച് കുടിച്ചത് അതേ ഭാഗം നോക്കിയിട്ട് നബി തങ്ങളെ ബായ് വെച്ചിട്ട് കുടിക്കുമായിരുന്നു. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. എന്തൊരു മാപ്പിള പെഞ്ഞായിമാർ! ഇത് ചെല്ലുമ്പോൾ വരുന്ന ആൾക്ക് ഭയങ്കര അതിശയാണ്. കണ്ട 2-3 ആൾ ഇങ്ങനെ കണ്ണ് ഫുള്ള് തുറന്നു, അങ്ങനെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുക, അങ്ങനെ ഇരിക്കണോ? അതാണ് മാപ്പിള പെഞ്ഞായി. അല്ലാതെ ആണ്ടുമ്പോൾ ഉള്ളു മുറിക്കണോ, നീ മൂക്കുറ്റ കൊടിയോളോ തിന്നിട്ട് പൊക്കിളി പിരിക്കണോ അല്ല. ഇങ്ങനെ വേണം. നിങ്ങൾ രണ്ടാളും ഒന്നാണ്. നിങ്ങൾ നോക്കൂ, അറബി ഭാഷയില് എല്ലാത്തിനും 2 വാക്കുണ്ട്. രാത്രിയിൽ ലൈല്, പകലിന് പിന്നൊന്ന്, ഏറ്റവും എല്ലാത്തിനും ഏത് വാക്കിന്റെ ആണിനും പെണ്ണിനും 2 വാക്കുണ്ട്. ആണിന് വേറെ, പെണ്ണിന് വേറെ അറബി ഭാഷയിലുണ്ട്. അതേ സമയത്ത് മാപ്പിള പെഞ്ഞായി, ഭാര്യ ഭർത്താവ്, ഗണ്ട ഹെണ്ടത്തി എന്ന ഈ 2 ആൾക്ക് അറബിയിൽ ഒരേ വാക്ക് സൗജ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? അവർ ഒന്നാണ്. നിനക്ക് തിരിയുന്നില്ലേ? നിങ്ങൾ എന്നെ നോക്കുന്നില്ലേന്ന് കിടാക്ക് ഭയങ്കര ശ്രദ്ധിക്കുന്നു. മംഗളത്തിന്റെ വിഷയം ചെല്ലുമ്പോൾ നിങ്ങൾ കുറച്ച് മൂത്തവർ ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. അതിങ്ങനെ കാരണം പറഞ്ഞാ ഏതായാലും കെട്ടാനുള്ളവനൊരു ആശ ഉണ്ടാവും. നോക്കാം എന്തെല്ലാം ചെന്ന് അങ്ങനെ ആക്കാൻ വേണ്ടി പോലെ ആക്കാം. കെട്ടിയോ ഏതായാലും തോറ്റിട്ടേ ഓ പിന്നെ എനിക്ക് കേട്ടില്ല പോട്ടി അങ്ങനെ ആയിരിക്കും മിക്കവാറും തോന്നാണ് കല്ലാലം. ഏതായാലും അവരിലേക്ക് കേട്ട് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് നേരവും പണിയുണ്ട്. ഇനി നേരവാ ഇനിയുള്ള ജിന്ദഗി, ഇനിയുള്ള ഭാവി ജീവിതം നിങ്ങൾക്ക് ഊഷ്മളമാക്ക, അത് സ്വർഗീയമാക്ക ചാൻസ് ഉണ്ട്. നിങ്ങൾ ആശ മുറിയണ്ട, നിങ്ങൾ ബേജാറാണ്ട. എന്തു ആയിട്ട താളിതവണോ പാളിയാണോ? കുറച്ച് സബുറടിക്ക് ഇൻഷാ അല്ലാഹ് ലെവലാവും, ക്ലിയർ ആവും, മുന്നത്തിനെക്കാളും ചന്താവും. കാരണം ദാമ്പത്യ ജീവിതം എന്നത്, ഒരു ഭാര്യയെ കെട്ടുക എന്നത് സത്യത്തിൽ നിങ്ങളെ കണ്ണുപൊട്ടാനല്ല, നിങ്ങൾ പരസ്പരം ചൊടിക്കാനല്ല, നിങ്ങളെ സമാധാനം തകരാനല്ല. മറിച്ച് നിങ്ങളെ വിവാഹത്തിൽ ഏർപ്പെടുന്നത്, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് ലിതസ്കുനൂ ഇലൈഹാ, സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കാനാണ്. മംഗലം കഴിഞ്ഞിട്ടാകെ ബേജാറെന്ന് ആരെങ്കിലും ഒരാൾ പറയുന്നെങ്കിൽ സത്യത്തിൽ അവൻ കഴിച്ച മംഗലം ഇസ്ലാമിന്റെ മംഗലമല്ല, ഇസ്ലാമിലെ വിവാഹമല്ല, പരിശുദ്ധമായ വിവാഹമല്ല. ഹറാമിലൂടെ കടന്നു വന്ന, ഹറാമിലൂടെ സ്ഥാപിച്ച, ഹറാമിലൂടെ നീങ്ങുന്ന വിവാഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമില്ലാതെ പോയത്. പടച്ചറബ് ഖുർആനിൽ പറഞ്ഞത് എന്തറിയാ? പടച്ചറബ് ഖുർആനിൽ പറയണത് എന്തറിയാ? വിവാഹമെന്നത് സമാധാനത്തിന്റെ ജീവിതം നയിക്കാനാണ്, നല്ല റാഹത്തോടെ കഴിയാനാണ്. ഇല്ല ഉസ്താദെ, പെണ്ണ് കെട്ടിയിട്ട് കണ്ണുപൊട്ടിയിട്ട് പോയി, പെണ്ണ് കെട്ടിയിട്ടെല്ലാം പോയി, പെണ്ണ് കെട്ടിയിട്ടുള്ളതും പോയി എന്ന് ഒരാള് പറയുന്നെങ്കിൽ അത് ഖുർആനിൽ പറഞ്ഞ വിവാഹം നീ നടത്തിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണത്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. വമിന്നായാതിഹി, പടച്ച റബ്ബിന്റെ മേലായ റബ്ബിന്റെ അപാരമായ, അനർഘമായ, അതുല്യമായ, അത്ഭുതാവാഹമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാരെ പടച്ചു എന്നത്. ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങളിൽ നിന്നിട്ട് തന്നെയാണല്ലോ പഠിച്ചത്. സുഖലോക സ്വർഗത്തില് സുഖസന്തോഷത്തോടെ ഉറങ്ങുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടതുഭാഗത്തെ മുതുകല്ലിൽ നിന്ന് ഒരു ബെണ്ടായ മുള്ളുകൊണ്ട് പടക്കപ്പെട്ടവരാണ്, ബെണ്ടായ മുള്ളെടുത്തിട്ട് പടക്കപ്പെട്ടവളാണ് ബീവി ഹവ്വാ ഉമ്മ റളിയല്ലാഹു അൻഹാ എന്ന മഹാന്റെ ഭാര്യ. ഞങ്ങളെ ഉമ്മാമ തിരിഞ്ഞെങ്കിൽ അന്തുസ ബെണ്ടായ മുള്ളു, അത് ആ ടൈമിൽ അങ്ങനത്തെ ഒരു മുള്ളു കൊണ്ട് അല്ലാഹു അവരെ പഠിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഈ ബന്ധുത്വം സ്ട്രൈറ്റ്ത്വം അല്ല, ഈ ബന്ധുത്വം നിങ്ങൾക്ക് മനസ്സിലാന്ന നിങ്ങളെ ഭാഷ ഏത് ഇതന്നല്ലേ? അതായത് ഈ ബണ്ടുണ്ടല്ലോ, ഈ ബണ്ട്, ഈ കുറച്ച് ബെണ്ടായ എല്ലിൽ നിന്നിട്ടാണ് അല്ലാഹു പെണ്ണുങ്ങളെ പഠിച്ചത്. ആ പെണ്ണുങ്ങളെ വളഞ്ഞ നമ്മളെ ഭാഷയിൽ പറഞ്ഞ വളഞ്ഞ എല്ലെന്നാ നിങ്ങൾ പറയാം, ഭഗ്യമുള്ളു അല്ലേ? ഭഗ്യമുള്ളു, കുറച്ച് ഭഗ്യമുള്ളു. നമ്മളെ തട്ടിന്റെ എല്ലാ മുള്ളും ഇങ്ങനെ ഇരുമ്പിന്റെ കോള് പോലെ ഇല്ലല്ലേ? ഉണ്ടാ എത്ര മുള്ളു ബെണ്ടായതുകൊണ്ട് നീ ശരിയാക്കാൻ പോയിണ്ട. ഇത് ആചാര്യ ശരിയാക്കാൻ നല്ലത്. അത് അതിന്റെ ഹിൽക്കി തന്നെ അങ്ങനെയാണ്, ഒരു സൃഷ്ടിപ്പന്നെ അങ്ങനെയാണ്. അങ്ങനെ പടക്കപ്പെട്ട ഒരു ബെണ്ടായ എല്ലിൽ നിന്ന്, ഒരു വളഞ്ഞ മുള്ളിൽ നിന്ന്, വളഞ്ഞ വാരിയല്ലേ ഇടതുഭാഗത്തെ വാരിയലിൽ നിന്ന്
പടക്കപ്പെട്ടവളാണ് ഞങ്ങളെ പെണ്ണുങ്ങള്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ആ ബിണ്ടുത്വ, ആ വളവ്, ആ ഒരു അങ്കുടൊങ്കു അവരെ സ്വഭാവത്തിലേക്കാണോ, അവരെ പെരുമാറ്റത്തിലേക്കാണോ, അവരെ ഇരിപ്പ് നടപ്പിലേക്കാണോ? നീ നന്ന ഓവറാക്കിയിട്ട് ബിണ്ട് നേരാക്കാൻ പോണ്ട. കുറച്ചെല്ലാം നീ കണ്ടിട്ടില്ലാതെ വെക്കണോ. കണക്കിലേറെ ചൂടാക്കിയിട്ട് നേരാക്കാൻ പോയെങ്കിൽ ഉള്ളതേറെ കണ്ടായിട്ട് പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. ഉള്ളതിനേക്കാളേറെ കണ്ടാകുമെന്ന് പറഞ്ഞത് വഹിയ തലാഖ്, അത് പിന്നെ തലാഖാണ്. സ്വഹീഹായ ഹദീസാണിത്. നല്ല പോലെ കേട്ടോ ഉസ്താദേ, എന്റെ ഓള ബുദ്ധി അങ്ങനെയാണ്. ബുദ്ധി ശരിയാവണോ? കഴിവിന്റെ പരമാവധി നീ ശരിയാക്കണം. പെണ്ണിന്റെ ബുദ്ധി നമ്മ ശരിയാക്കണമെന്നില്ല, ഭാര്യന്റെ ബുദ്ധി നമ്മ ശരിയാക്കണമെന്നില്ല. മാപ്പിളുടെ ബുദ്ധി ശരിയുണ്ടെങ്കിൽ പെണ്ണിന്റെ ബുദ്ധി ശരിയാവും. മനസ്സിലാന്നെങ്കിൽ പെണ്ണിന്റെ ബുദ്ധി ശരിയുണ്ടെങ്കിൽ മാപ്പിളന്റെ ബുദ്ധി ശരിയാവും. ഏറെ എഫക്ട് പെണ്ണിന്റെ ബുദ്ധി ശരിയാവലാണ്. മാപ്പിളന്റെ ബുദ്ധി ശരിയാവുന്നതിനേക്കാളും വലിയ ഗുണം ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ഭാര്യന്റെ ബുദ്ധി നേരാവലാണ്. നിങ്ങൾ നോക്കിയാല, ഏതെങ്കിലും ഒരു മാപ്പിള, ഏതെങ്കിലും ഒരു ഭാര്യ മാപ്പിള നേരില്ല ചിലത്തെ കള്ളു കുടിക്കാൻ പോയതുണ്ടാ? ഇല്ല. അതേസമയത്ത് എത്ര മാപ്പിളമാർ കുടിക്കാൻ തുടങ്ങി ഇപ്പൊ 48 പിന്നെ എന്ത് വിഷയം? പെണ്ണ് കെട്ടിയ പിന്നെ. അതായത് അവളെ ബുദ്ധി ശരിയില്ല. അതിന് നല്ല വഴിയുണ്ട. പെണ്ണെ നീ എടുത്ത് ചാടണ്ട. അവനോട് നല്ല നിലക്ക് നീ പെരുമാറണം. അവോളം സ്നേഹം കൊടുക്കണം, നല്ലോണം അവനോട് പെരുമാറണം, എല്ലാം കൊണ്ടും അവനിലേക്ക് നീ ചേരണം. എന്നാൽ ഏത് മോശക്കാരനായ സ്വഭാവത്തിന്റെ ഉടമയായ മാപ്പിളയാണെങ്കിലും അവൻ നേരെയാകുമെന്ന് പരിശുദ്ധമായ ദീൻ നമ്മളോട് പറയുകയാണ്. സ്വർഗലോകത്ത് വെച്ച അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടതുഭാഗത്തെ വളഞ്ഞ വാരിയിൽ നിന്ന് പടക്കപ്പെട്ടവരാണ് പെണ്ണെന്ന വിഭാഗം ഭാര്യയാകുന്ന പെണ്ണ് ഹവ്വാ ഉമ്മ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടതാ നബി തങ്ങൾ പറയുകയാണ്, സ്വർഗലോകത്തവർ കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ സ്വർഗലോകത്തവർ ഇണചേർന്നിട്ടില്ല. ലിയാദമി കൈഫിയത്തിഹാ, അത് എങ്ങനെയെന്നറിയാത്തത് കൊണ്ട് അവരാ ഭാഗം നോക്കിയില്ല. പിന്നീട് ഭൂമിയിലേക്ക് ഇറങ്ങിയതിന്റെ ശേഷമാണ് ആദമാകുന്ന മാപ്പിള, ഹവ്വാ ഉമ്മയാകുന്ന ഭാര്യ, രണ്ടാളെയും അല്ലാഹു തആല സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുറത്താക്കിയല്ല, ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചുവല്ല. അങ്ങനെ അതാ രണ്ടാളെയും പറഞ്ഞയച്ചത് 2 ലോകത്താണ്. ആദം നബിയെ ശ്രീലങ്കയില്, ഹവ്വാ ഉമ്മയെ സൗദി അറേബ്യയിലെ ജിദ്ദയില്. മനസ്സിലാണെങ്കിൽ ശ്രീലങ്ക വാട ജിദ്ദ വാട. അവസാനം രണ്ടാളും കണ്ടുമുട്ടിയത് അറഫ മൈതാനിയില്. പെണ്ണായ ആദം ഹവ്വാ ഉമ്മ, പെണ്ണായ ഹവ്വാ ഉമ്മ, പെണ്ണായ ഹവ്വാ ഉമ്മ. ആണുങ്ങളെ പോലെ കയ്യും വീശി നീണ്ട നടക്കുന്നവരല്ല പെണ്ണുങ്ങള്. എത്ര നടന്നാലും ആണുങ്ങളെ പോലെ നടക്കാൻ കഴിയല. ആണുങ്ങൾ എത്ര നടക്കാനും ആവേല. നടന്നിട്ടെത്തിയത് അപ്പുറമുള്ള അറഫ മൈതാനിയിലേക്ക്, അതും സൗദിയിൽ തന്നെയാണ്. എന്നാൽ ആദം നബി അലൈഹിസ്സലാം നടന്ന് ശ്രീലങ്ക കഴിഞ്ഞ് സൗദി അറേബ്യയിലേക്ക് എത്തുന്നു. ഒരു സുപ്രഭാതത്തിൽ രണ്ടാളും അറഫ മൈതാനിയിൽ സംഗമിക്കുന്നു. അവിടെ ഒരു സുപ്രഭാതത്തിൽ ജിബ്രീൽ ഇറങ്ങിയിട്ടാണ് ഇണചേരുന്നതിന്റെ രഹസ്യങ്ങളും രൂപങ്ങളും പഠിപ്പിച്ചു കൊടുക്കണതെന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെ വിവാഹം നടന്നത് സ്വർഗലോകത്താണ്. അവസാനത്തെ വിവാഹ ജീവിതവും സ്വർഗലോകത്ത് തന്നെ. തുടക്കവും ഒടുക്കവും ഒന്നിൻ്റെത് സ്വർഗത്തിലാകുന്നത് വിവാഹ ജീവിതത്തിൽ മാത്രം. വിവാഹ ജീവിതം തുടങ്ങിയത് സ്വർഗത്തിലെ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയും. ഇനി സ്വർഗലോകത്തിനൊരു വിവാഹം കൂടിയുണ്ട്. ആരത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി തങ്ങൾ പറഞ്ഞല്ല, സ്വർഗലോകത്ത് നബി തങ്ങൾക്ക് 4 ഭാര്യമാരുണ്ട്. ഒരു ഹദീസിൽ 3, മറ്റൊരു ഹദീസിൽ 4. ഒന്ന് ബീബി ആസിയ, ഒന്ന് ബീബി മറിയമ, ഒന്ന് ബീബി ഖദീജ, പിന്നൊന്ന് ഉമ്മു കൽസം ബിൻത് ഉഖ്ത് മൂസ.
മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയായ കൽസം അല്ലെങ്കിൽ കുൽസും എന്ന പേരുള്ള ആ പെണ്ണും നബി തങ്ങളെ ഭാര്യയാണെന്ന് പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വർഗലോകത്ത് തുടങ്ങിയ വിവാഹം മുത്തുനബി തങ്ങൾ അവസാനിപ്പിക്കുന്നതും സ്വർഗലോകത്ത് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു സമയമാണ് ദുന്യവിയായ ജീവിതം, ഈ ലോകത്തെ ജീവിതം. ഇവിടെയും ആ വിവാഹ ജീവിതം സ്വർഗതുല്യമാകണം, ആനന്ദമയമാകണം, ആഹ്ലാദഭരിതമാകണം, സ്നേഹനിർഭരമാകണം. ഈ ചെറിയ സമയത്തിൻ്റെ ഉള്ളിലുള്ള ഈ വൈവാഹിക ജീവിതം അത് ക്ലേശകരമാകരുത്, പ്രയാസങ്ങൾ നിറഞ്ഞതാകരുത്, കുറ്റപ്പെടുത്തലുകളുള്ള വിവാഹമാകരുത്. ഇവിടെയാണെങ്കിൽ കുറഞ്ഞ കാലമല്ലേ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയേണ്ടതുള്ളൂ, അല്ലേ? മുടക്കി ദുനിയാവിൽ ഇപ്പം ഞാനും നിങ്ങളും മാപ്പിള മിഞ്ഞായിമാരായിട്ട് എത്ര കൊല്ലം? ഉമ്മ പെറ്റപ്പളന്റെ കിടാനും മങ്ങാലൈന ഇല്ലാല ആയാ നിങ്ങൾ ആരും മുണ്ടുന്ന ഇല്ല വിവാഹിനല്ലേ? ഇല്ല, ആയിട്ടില്ല, ആർക്കും ആയിട്ടാ ഏകദേശം ഒരു 20-22 പണ്ടുണ്ടായിനല്ലോ 16-17 വയസ്സിൽ മങ്ങാല എന്ന കാലം ഉണ്ടായിരുന്നു ചെന്ന് കേട്ട്. ഇപ്പൊ ജില്ലങ്ങ് പാലക്കാർക്ക് ചൂടോ? ഏതുവാകട്ടെ, ചെറിയൊരു പ്രായമാണ് ഇവിടെ നീ ഭാര്യ ഭർത്താവായി കഴിയേണ്ടത്. ചെറിയൊരു സമയം, കുറെ കാലത്തുമില്ല. ഒരു 20 തന്നെ കൂട്ടിക്കോ. 20 വയസ്സിന്ന് ഒരു 60 വയസ്സിന്റെ ഇടയിൽ. ഈ 60 വയസ്സിന്റെ ഇപ്പൊ നിങ്ങൾ എത്ര കൂട്ടിയേ? എത്ര 20-60ലേക്ക് എത്ര കൊല്ലം? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ഞാൻ നിർത്തുന്നു. നിങ്ങൾ എന്റെ കൂടെ വേണോ? ഇത് വേലല്ലേ, ഇത് യക്ഷഗാന വേളാട്ടല്ല. ഇത് നിങ്ങളോടാ പറയുന്നത്. ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണോ? ഇത് പറഞ്ഞു കൊടുക്കണോ? ഇത് പ്രാക്ടിക്കലാക്കണോ? ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ദിക്റാണ്. ഏറെ കൂലിയുള്ള ഈമാന് കൂടുന്ന സംഗതിയാണ്. നിങ്ങൾ അങ്ങനെ മിണ്ടാണ്ടിരുന്നാ പോരാ, എന്റെ കൂടെ പാഠം. 20-60 ഇടയിൽ എത്ര വയസ്സെന്ന് ആരും സ്കൂൾക്ക് പറ്റിയെന്നല്ലേ? 40 ചെല്ലി അങ്ങനെ വെച്ച് തീർന്നില്ലേ? ഇത്ര ശങ്ക്യം തയ്ക്ക് ധൈര്യത്തിൽ പേടിക്കണ്ട. ഞാൻ സദൃസ്ഥാനം തൊല്ല തയ്ക്കല അയാൾ തയ്ക്കുന്നല്ല, അല്ല അങ്ങനല്ല. നിങ്ങൾ മദ്രസിനെ വിചാരിച്ചോണ്ടാണ് 40. ഈ 40ന്റെ ഇടയിൽ ആ പുസ്തകം 40 ആണ്ട് ഞങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി മതിയല്ലേ? അരി ഞാനും ഓളും 40 ആണ്ട് അപ്പുറപ്പുറം ഉണ്ടെങ്കിൽ അപ്പുറപ്പുറം കണിച്ചിമ്മിട്ട് ആയിസാരല്ല പൊട്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഒപ്പിച്ചങ്ങ് മതിയല്ലേ? മതി. പക്ഷെ 40 ആണ്ടും ഇല്ല. നീ കൂട്ടിയാൽ മാത്രം 40. അതിൽ കുറെ ഉറങ്ങിട്ട് പോയില്ലേ? ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ദിവസത്തിന്റെ 8 മണിക്കൂർ ഉറങ്ങുന്നു. 8, 16, 24. മനസ്സിലാക്ക്. ആ കണക്കിന് 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാള് 30, 40, 60, 20 കൊല്ലം ഉറങ്ങിയിട്ട് തീർത്ത്. പിന്നെ നിങ്ങൾക്ക് 40-60ന്റെ ഇടയിൽ എനിക്ക് ഇനി 20 കൊല്ലാടുള്ള പിന്നെയും കുറഞ്ഞില്ലേ സഹോദര? ഏറിയ ഒരു 10-15 കൊല്ലം ഒന്ന് ഒപ്പിച്ചിട്ട് വേണ്ട, ഒരു 20 കൊല്ലം അങ്ങനെ പോട്ട് ഒപ്പിച്ചിട്ട് പോ. ഒരു 30 തന്നെ പിടിച്ചോ, സമാധാനത്തിന് ഒരു 30 ആണ്ട് പിടിച്ചോ. അതിനങ്ങനെ അപ്പുറപ്പുറം ചന്തത്തില് പിരിസം കാട്ടിയിട്ട് നല്ല സൗഹാർദ്ദത്തില് ഒന്നിച്ചിരുന്ന്, ഒന്നിച്ച് ബയിച്ച്, ഒന്നിച്ച് പോയി വന്ന് അങ്ങനെ കഴിഞ്ഞെന്ന് കണ്ടെങ്കിൽ നിങ്ങൾ നാളെ സ്വർഗലോകത്ത് ഒന്നിച്ചിട്ടാണ്. നിങ്ങൾ പിരിയുന്നില്ലേ? വിവാഹ ജീവിതം എന്നത് ദുനിയാവിൽ അവസാനിക്കുന്നില്ല. സ്വർഗലോകത്തും ഇതിനേക്കാളേറെ മനോഹരമായി, ഇതിനേക്കാളേറെ റാഹത്തിലായി നിങ്ങൾക്ക് അവിടെ കഴിയാം. സ്വർഗത്തിൽ നിങ്ങളെ ഭാര്യമാർ തന്നെയാണ്. പൊന്നുമോള്, സ്വർഗലോകത്ത് നിന്റെ മാപ്പിള ഇതേ മാപ്പിള തന്നെ. ഇത് ചെല്ലുമ്പോ 11:10 കടലാസ് വരും. ഉസ്താദെ എന്ത് കിട്ടിയോ ഉസ്താദ് സ്വർഗത്തിൽ? ഈ മാപ്പിള കിട്ടിയിട്ടുണ്ടാ? കാരണം ഒക്കെ അങ്ങനെ ആയിന്. ഓ മാത്രല്ല, മാപ്പിളമാരെ ഭാഗത്തും വരും. ഖുർആൻ പറയുന്നു സൂറത്തു യാസീൻ, എന്റെ കൂടെ ഓത്, ഹും വഅസ്വാജുഹും ഓത്, എന്റെ കൂടെ ഓത്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. യാസീനല്ലേ നിങ്ങൾ ഇപ്പൊ ഓതിയില്ലേ? എന്താണ് അവിടെ പറഞ്ഞത്? നിങ്ങളും നിങ്ങളെ ഭാര്യമാരും സുഖലോക സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിയുന്ന കുടുംബ ജീവിതത്തെ കുറിച്ചാ പറഞ്ഞ. കുടുംബ ജീവിതം എന്നത് ഇവിടെ മാത്രമല്ല, ഇതേ കുടുംബസമേതം, ഇതേ ഭാര്യയോടൊപ്പം, ഇതേ ഭർത്താവിനോടൊപ്പം നിങ്ങൾ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തില് എങ്ങനെ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. അതേ
നിങ്ങളും നിങ്ങളെ ഭാര്യമാരാ മാപ്പിള പെഞ്ഞായിമാരാ സുഖലോക സ്വർഗത്തില് അവിടെ അതാ തണലുകൊണ്ട് ഊഞ്ഞാലിൽ അങ്ങനെ ചാരിയിരുന്നാടും സന്തോഷത്തോടെ ആടിപ്പാടി രസിക്കാം. ലഹും ഫിഹാ ഫകിഹ, അവർക്ക് അവിടെ യഥേഷ്ടം ഫ്രൂട്ട്സുകളുണ്ട്, ഇഷ്ടം പോലെ പഴവർഗ്ഗങ്ങളുണ്ട്, ശരീരത്തിന് പുഷ്ടി കൂടേണ്ട എല്ലാ നിലക്കുള്ള രുചികരമായ എല്ലാ പഴങ്ങളും അവർക്ക് അവിടെയുണ്ട്. വലഹും മാ യദ്ദഊൻ, അവർ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും അവർക്ക് സ്വർഗത്തിലുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, പടച്ച റബ്ബിന്റെ കാരുണ്യവാനായ റബ്ബിന്റെ അപാരമായ സലാം അവർക്കുണ്ട്. അവർ സ്വർഗത്തിൽ അതാ സന്തോഷത്തോടെ അവിടെ അതാ ഊഞ്ഞാലിൽ അങ്ങനെ ആടിപ്പാടി കളിക്കും. ആര് ആര് നീയും നിന്റെ പെഞ്ഞായി. ഈ പെഞ്ഞായി അവിടെയും പോണോ? അങ്ങനെ ജീവിക്കണോ? സ്വർഗത്തിൽ തുടങ്ങിയ വിവാഹം ഇനി സ്വർഗത്തിൽ തന്നെയാണ് നീ ഊഞ്ഞാലിലാടുന്നത്. അതിന്റെ ഇടയിൽ നീയുടെ ചരാപ്പലെടുത്തിട്ട് കാതാന്ന് കണ്ട മനസ്സിലായിട്ട ചൂലെടുത്തിട്ട് എറിയാന്ന് കണ്ട, പൊരന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടാന്ന് കണ്ട, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട പൊന്നുമോന്. ആരോട് മിണ്ടിയാലും നാട്ടുകാരോട് ചിരിച്ചാലും സ്വന്തം ഭാര്യമാരോട് മിണ്ടാത്ത എത്ര മാപ്പിളമാരാണ്. എത്ര മാപ്പിളമാർ ഇന്ത്യ മുണ്ടുന്നില്ല. എങ്ങനെ ഉസ്ത മുണ്ടുന്ന് ബായ് എടുത്തെങ്കിലും 18 വെച്ച പോലെ. അതിനെ അവ എക്കോന്ന് ഓണാക്കല. നീ എന്താക്കണോ അറിയോ? മുന്നെ സൗണ്ട് കുറക്കണം. നീ എക്കോ ഇല്ലാണ്ട് വരുമ്പോ എക്കോ ഇടും. ഇനിയിപ്പോ എന്താ ഓളെ മാത്രം ദൂരം നിൽക്കണം. എന്തിനാ അവരെ മാത്രം എന്തിനാ ആക്ഷേപിക്കണം? എല്ലാവർക്കും പറയാനുള്ളത് ഭാര്യ ശരിയില്ല, കെട്ടിയോ നേരെയില്ല, നിങ്ങൾ വരക്കണം. നീ ശരിയുണ്ട. കണ്ണേ കേരള കുളിരെ നീ വിളിച്ചപ്പോ ആഗസ്റ്റ് 15 ഡിസംബർ 1900 എപ്പ തെരടറ തണക്ക. അതിന്റെ പിന്നെ ഇന്നോളം കെട്ടിയിട്ട് 30 ആണ്ടായി. കണ്ണൊന്നും വിളിച്ചിട്ടില്ല, കറലൊന്നും വിളിച്ചിട്ട. സത്യത്തിൽ എന്നല്ലേ വിളിക്കേണ്ടിയേ? ഇപ്പല്ലേ വിളിക്കണ്ടേ? നമുക്ക് വിളിക്കാലോ പോയിട്ട്. നീ എന്റെ കണ്ണ ഒരു ബാത്തിലെടുത്തു, ഒരു പാലെടുത്തു. ഓളെന്റെ കാറില ഒരു ഗ്ലാസ് ചായ കൊണ്ടോ നോക്കാം. കാറില് ആ കാറിൽ എപ്പ പൊട്ടി ചോദിച്ചു. കാറില് കാറില കുറല ആക്കിനപ്പോ അങ്ങനെ ചിരിക്കുന്നുണ്ട്. എത്ര ആൾ ചിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ വിളിച്ചിട്ട് മറപ്പിച്ച് പോയി. ആണിപ്പോ ഓർമ്മ, ഓരോരുത്തർക്കും ഓർമ്മ പണ്ട് കാറില കുറലമാക്കിയത്. ഇനിയല്ലേ വിളിക്കേണ്ടത്? ആ നല്ല സംസാരം. നബി തങ്ങളെ വാക്കതായിരുന്നു, നബി തങ്ങളെ സംസാരം അതായിരുന്നു. ഇനി പറയട്ടെ, ദാമ്പത്യ ജീവിതമാകുന്ന സുന്ദരമായ മനോഹരമായ വൈവാഹിക ജീവിതമാകുന്ന നൗക, ആ കപ്പല് വിവാഹമാകുന്ന ജീവിതമാകുന്ന കടലിലൂടെ സന്തോഷത്തോടെ രണ്ടാളും ഒരുപോലെ ചക്രം കറങ്ങി നീങ്ങിയാൽ, ഭാര്യയും ഭർത്താവും ഒരുപോലെ നീങ്ങണോ, ഒരുപോലെ പോകണോ, ഒരുപോലെ തിരിയണോ. അങ്ങനെ പോയാൽ ആ ദാമ്പത്യ ജീവിതത്തിൽ മുട്ടലുകളില്ല, ഡിക്കി ഹൊടത്തകളില്ല, അവിടെ ഗൗജികത്തളയില്ല. അത് സുന്ദരമാണ്, മനോഹരമാണ്. അതിനെന്ത് വേണമറിയാ? ആദ്യമേ നീ കുറച്ച് കാര്യങ്ങൾ ചെയ്യണോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്, കല്യാണമാകുന്ന വിഷയത്തിലേക്ക് നീ ഏർപ്പെടുമ്പോ ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്കോ, മതബോധമുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്കോ. പൊന്നുമോള് നീയും അങ്ങനെ തന്നെ. ബാപ്പമാറ് കേട്ട എന്നെ നോക്കി 10,000 കാറ് പോകുന്നില്ല റോട്ടില്. നിങ്ങൾ കാറ് ഫസ്റ്റ് കാണുന്ന പോലെ എന്നെ നോക്കി. ഞാൻ വേണമെങ്കിൽ നോക്കാം. കാരണം എന്റെ നാട്ടിലെ കാറ് പോകുന്നില്ല. ആ നിങ്ങൾ എന്നെ നോക്കി, ഞാൻ ഇല്ല. ഉസ്താദെ നിങ്ങൾ ദ്വാരക്കണം ഉസ്താദെ, 756 റുപ്യ ഉസ്താദെ. ഞങ്ങൾ നേരില്ല ഉസ്താദെ, പൊരന്റെ ഉള്ളിൽ സമാധാനില്ല ഉസ്താദെ. ഓ നേരില്ല ഉസ്താദെ, എന്റെ മാപ്പിള വരുന്നില്ല ഉസ്താദ്. ഏടക്ക് പോയിന്നറിയാലോ ഉസ്താദ്. രണ്ടാമത്തൊന്ന് കെട്ടിന്ന് പറയുന്നത് കേൾക്കുന്നു ഉസ്താദ്. ഓളെ ഭയങ്കര പിരിസം ചെന്ന് കേൾക്കുന്നു ഉസ്താദ്. ദ്വാരക്കണം ഉസ്താദെ. 313 റുപ്യ മതിയാ? 313 മതിയാവുന്നു മാത്രമല്ല 313 വേണ്ട. നീ നേരം ഉണ്ടായിരുന്നു. ഹലോ സാർ, ആ നല്ല പെരുമാറ്റവും ആ ഒരു പിച്ചപ്പാടും നീ മുന്നേ കാട്ടിനെങ്കിൽ ഞാൻ പറഞ്ഞ കേക്ക്. നീ നേരെ ഉണ്ടെങ്കിണ്ടല്ല, നിന്റെ ആ നല്ല ചിരിച്ച മുഖം, സന്തോഷിപ്പിക്കുന്ന മുഖം, സമാധാനിപ്പിക്കുന്ന വാക്ക്, റാഹത്തും വെടിപ്പുമുള്ള ആ ശരീരം കണ്ടാൽ ഒരിക്കലും മാപ്പിള രണ്ടാമത്തത് കെട്ടല. ഇവിടെ ഒന്ന് കെട്ടിട്ട് തന്നെ മനുഷ്യന് മൂക്കിൽ കെത്തി, പിന്നല്ലേ 2. അതും ഈ കൊറോണ ടൈമിൽ. നീ നേരെ ഉണ്ടെങ്കിൽ ഒന്ന് മതി. ഇനി 4 കെട്ടുന്ന വിരോധമൊന്നുമില്ല.
പക്ഷെ കെട്ടിയിട്ട് അങ്ങനെ പോകാനല്ല, ഇങ്ങനെ കണ്ടിട്ടെല്ലാം കെട്ടിയിട്ട് പോകാൻ ഇത് എന്ത് ലോട്ടെടുക്കുന്നതല്ല. ദീന് പോലെ കൊണ്ടുപോകണോ, എല്ലാവർക്കും ഇടയിൽ നീതി പോലെ പോകണോ. ഞാൻ തർത്തീബായി പറയട്ടെ. ആദ്യം കല്യാണമാകുന്ന വിവാഹമാകുന്ന പരിശുദ്ധമായ ഇടപാടിലേക്ക് പോകുമ്പോ ആദ്യമായി ഞങ്ങൾ ചോയ്സ് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്, വളരെ ഗൗരവത്തോടെ കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത് ഒരു പെണ്ണിനെ നോക്കിയിട്ടാണ്. പെണ്ണിനെ നോക്കിയിട്ട് പെണ്ണ് നല്ലവളാകണോ. ആണ് നല്ല വേണ്ടേ, ആണും നല്ല ആണോ, ആണും നല്ലവാണോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നല്ല പെണ്ണിനെ നോക്കിയിട്ട് നീ കെട്ടിക്കോ എന്നാണ്. കാരണം എന്തേ, പെണ്ണ് നല്ല എങ്കിൽ നീ നല്ലില്ലോ സാരില്ല, ഓന്നേരായിക്കോളും. പിന്നെ നീ നല്ലാവും, ഓന്നേരുണ്ടെങ്കിൽ നീ നല്ലാവും. അതേ സമയത്ത് ആണ് നല്ലുണ്ട്, പെണ്ണ് നേരെയില്ലെങ്കിൽ നല്ല ആണും പിന്നെ പോവും. തിരിഞ്ഞിട്ട നിങ്ങൾക്ക് തിരിഞ്ഞിട്ട ദീനുള്ളവളെ കെട്ടിയവൻ ഒരു കാട്ടുകന്നാലിയാണെങ്കിൽ മതബോധവും അച്ചടക്കവും പിരിശപ്പാടും സ്നേഹമുള്ള പെണ്ണ്. പക്ഷേ മാപ്പിള ഒരു കാട്ടിപോത്താണ്, കാടുകോണയാണ്, ഒരു തീരെ ഒരു ലെവലില്ലാത്തവനാണ്, സ്വഭാവം ശരിയില്ലാത്തവനാണ്. എന്നാൽ അവന് കെട്ടിയ പെണ്ണ് നല്ലവളാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നല്ലവനാകും. അവന്റെ സ്വഭാവം മാറും, അവന്റെ ആറ്റിറ്റ്യൂഡ് മാറും, അവന്റെ എല്ലാ നിലപാടും മാറ്റും. അതേ സമയത്ത് കെട്ടിയവൻ നല്ലവനാണ്, പെണ്ണ് നേരെയുള്ളവളല്ല, പെണ്ണ് മോശക്കാരിയാണ്, പെണ്ണ് വേലി ചാടുന്നവളാണ്, പെണ്ണ് പരപുരുഷ സുഖം തേടി പോകുന്നവളാണെങ്കിൽ നല്ലവനായ ഭർത്താവിന് പോലും ചിലപ്പോൾ കാളിടരാം, മനസ്സ് മാറാം, അവന്റെ സമനില തെറ്റാം. അല്ലേ, അങ്ങനല്ലേ? നമ്മുടെ വന്യരായ ഉമർ ഫൈസി ഉസ്താദ് നമ്മുടെ നാടിന്റെ ഖത്തീബാണ്. ഒരു ആക്സിഡന്റിൽ പറ്റി അൽഹംദുലില്ലാഹ് ഇപ്പൊ ഏകദേശം നല്ല റാഹത്തായി കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു തആല പരിപൂർണ്ണ സൗഖ്യം നൽകട്ടെ. ആരും പറഞ്ഞ ആരും എണീക്കണ്ട, പിന്നെ ഇൻഷാ അല്ലാഹ് വേണ്ടി പോലെ കാണാമുണ്ടൊക്കെ ചെയ്യാം. ഇരിക്കും, സമയം പോകുന്നു. നിങ്ങൾ ആരും എണീക്കരുത്. സമയം 10:30, ഇവനൊരു അരമണിക്കൂറേ ഉള്ളൂ. ഒരു അരമണിക്കൂറേ ഉള്ളൂ. നിങ്ങളൊന്ന് ശരിക്കും എല്ലാവരും പോയിട്ട് അവിടെ ഇരുന്നോളി. നിങ്ങൾ സദസ്സിലേക്ക് പോയി, നിങ്ങൾ ഈടലെ ചാരി ഇരുന്നുണ്ട്. ഇവിടെ സദസ്സിൽ എത്ര കസാരകളെല്ലാം കാലിയാണ്. സത്യത്തിൽ സ്വർഗത്തിന്റെ തോപ്പ് അതാണ്. ആവതില്ലാത്തവർക്ക്, കുറച്ചൊക്കെ ആഫിയത്ത് കുറവുള്ളവർക്ക്, ചാരി ഇരിക്കേണ്ട ആവശ്യമുള്ളവർക്ക്, കാൾ നീട്ടിയിരിക്കേണ്ട ആവശ്യമുള്ളവർക്ക് ആടെ ഇരിക്കാം. അല്ലാത്തവരെല്ലാവരും അങ്ങോട്ട് പോയി, സംഘാടകരൊന്നും അങ്ങോട്ട് നോക്കി അതാ ആടനടിപ്പിക്കാറ്, ആ പിള്ളമാരടിപ്പിക്കാറ്. ഇവിടെ സംഘാടകരില്ലേ, റിയാസ് ഭായുണ്ട് ഏടാ, അതാ അന്ന് ആ വാലിക്കാർ പിള്ളമാർന്ന് അങ്ങോട്ട് ഒന്നൊക്കെ വേല കേൾക്കട്ടെ, അല്ലെങ്കിൽ ഒത്തക്കോട്ടെ. ഇയാൾ എന്തൊരു ബാവ, ഇയാളിങ്ങനെ ഇയാളിങ്ങനെ അല്ല, കാൾ നീട്ടിയിരിക്കുന്നവരൊന്നും പ്രശ്നമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. ആവശ്യമില്ലാണ്ട് അവിടെ നിൽക്കണ്ട, അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. പോയി മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ നല്ല ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്ക. പണം നോക്കി കെട്ടണ്ട, സമ്പത്ത് നോക്കിയിട്ട് കെട്ടണ്ട, ചന്തം നോക്കിയിട്ട് കെട്ടണ്ട. ഷഫീഉനാ റസൂലുള്ളാഹ് തുൻകഹുൽ മർഅതു ലിഅർബഈൻ, നല്ല പോലെ കേൾക്കണേ. തുൻകഹുൽ മർഅതു ലിഅർബഈൻ, 4 കാര്യങ്ങൾ നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടിക്ക. കെട്ടാനുള്ള ബാല്യക്കാരെ കേട്ടോ, കെട്ടിയവർ ചിന്തിച്ചോ. കെട്ടാനുള്ളവരാ, ബാച്ചുലറായിട്ടുള്ളവരാ, യൂത്ത് വിംഗുകാര് നല്ല പോലെ കേട്ടോ, ചന്ത നോക്കിയിട്ട് കെട്ടാൻ നിൽക്കണ്ട. 4-5 കൊല്ലമായി ലവാണ്, ലിങ്കാണെന്ന് പറഞ്ഞിട്ട് ബാക്കിന്ന് പോവണ്ട. വിവാഹമാകുന്ന മനോഹരമായ ജീവിത, അതേ അക്ഷര പിന്നെ അർത്ഥവത്തായ ആ ജീവിത, അതേ കാര്യമാകുന്ന ആ ജീവിത, അത് നല്ല സന്തോഷത്തോടെയാകണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ചില കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്തഫായ നബി തങ്ങൾ പറയുകയാണ്, തുൻകഹുൽ മർഅതു ലിഅർബഈൻ, 4 കാര്യങ്ങൾ നോക്കലുണ്ട് വിവാഹം ചെയ്യുമ്പോ. ലിമാലിഹ, സ്വത്ത് നോക്കലുണ്ട്. വലി ജമാലിഹ, ചന്തം നോക്കലുണ്ട്. വലി ഹസബിഹ, അവളെ കുളമഹിമ നോക്കലുണ്ട്, തറവാടിത്തം നോക്കലുണ്ട്. വലി ദീനിഹ, ദീനുണ്ടോ, നല്ലവളാണോ എന്ന് നോക്കലുണ്ട്. എന്നാൽ നിങ്ങൾ ദീന് നോക്കിയിട്ട് കെട്ടിക്കോ. ഹബീബുനാ റസൂലുള്ളാഹി, ഈ ഹദീസിൽ നമുക്കൊരു പാഠമുണ്ട്. നബി തങ്ങൾ എന്താ പറഞ്ഞ, 4 കാര്യം പരിഗണിച്ച് 4 കാര്യം ഇണുക്കി നോക്കിയിട്ട് കല്യാണത്തിന് ഒരുങ്ങലുണ്ട്, പണ്ടേ ഉണ്ട്. ലിമാലിഹ, സ്വത്തുണ്ടായില്ല നോക്കിയിട്ട് മെല്ലെ പെണ്ണ് നോക്കുന്നവരുണ്ട്.
മുന്നെ എത്ര ഉണ്ട് തോട്ടം എന്ന് കേൾക്കുന്നുണ്ട് ചെക്കൻ്റെ അബ്ബ വിറ്റു. തോട്ടം എത്ര ഉണ്ട് നിനക്ക് എത്രയാണ്? കെട്ടാൻ വരുന്ന പെണ്ണിന്റെ ഉപ്പാക്ക് തോട്ടം എത്ര ഉണ്ട്, തോട്ടത്തിൽ അടക്ക എത്ര ഉണ്ട്? സത്യത്തിൽ നീ അങ്ങോട്ട് കേൾക്കേണ്ടതല്ല, സത്യത്തിൽ അയാൾ ഇങ്ങോട്ട് കേൾക്കണോ. എന്റെ മോളെ കെട്ടാൻ വന്ന മാപ്പിളയാകാമെന്ന നിനക്ക് മീസല് രോം എത്ര ഉണ്ട്? നീയാ ചോറ് കൊടുക്കണ്ടി, അല്ലാണ്ട് എന്റെ അടക്ക വിറ്റിട്ട് നീ ചോറ് കൊടുക്കണ്ട. ഞാൻ ഉണ്ട് ഇവിടെ. കാശി ബംഗാറ് വേണോ? ഇല്ല ഉസ്താദ്, അത് ഇപ്പൊ ഇല്ല ഉസ്താദ്, ഇപ്പൊ ഇല്ല ഒക്കെ നോക്ക. നീ നാളെ എന്ത് വിടാണ്ട ചെറുത്തിന് കൊണ്ട, നീ കണക്ക് ചെന്നില്ല എന്ന് മാത്രം. നിന്റെ അബ്ബചന്ദ്രം എന്തുണ്ടാ? നാന്നെന്റെ വലിയ മോൾക്ക് കൊടുത്തേ 75. അതിന്റെ അർത്ഥം ബാക്കി നിങ്ങൾ പില്ലാക്കണോ, നിങ്ങൾ അത്രമേ കൊടുക്കണോ. അയാളും ചോറിനെ തിന്നുന്നത്, വേറെ എന്തോ അല്ല. ഇയാൾ വിചാരിച്ച ഞാൻ മാത്രം ബുദ്ധിയുള്ള ആൾ ചെലുത്തി ഇയാൾ ഇങ്ങനെ പോയിനെ. ഇങ്ങനെ അയാൾ എന്താ ചോറല്ലേ തിന്നുന്നത്, വേറെ എന്തോ. കാശി ബംഗാറെന്തും വേണ്ട ഉസ്താദ്. പിന്നെന്ത് വേണ്ടി നമുക്ക് വലക്ക് പിണ്ണാക്ക? പിന്നെന്ത് വേണ്ടിയേ? അത് ഉണ്ടെങ്കിൽ വരും ഇൻഷാ അല്ലാഹ്. അത് ഉണ്ടെങ്കിൽ അപ്പ കൊടുക്കും, ഉമ്മ ഉപ്പ കൊടുക്കും. അയാളെ മോളല്ലേ, അയാളെ മോളെ ജീവിതം ഒരിക്കലും കഷ്ടപ്പാടിന്റെ ജീവിതമാകണമെന്ന്, പ്രയാസം അനുഭവിക്കുന്ന ജീവിതമാകണമെന്ന്, സ്വന്തം മോളെ ജീവിതം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജീവിതമാകണമെന്ന് ഒരിക്കലും ഒരു അബ്ബവും വിചാരിക്കല. ആ മകൾക്ക് എല്ലാം ധാരയായിട്ട് കൊടുക്കോ, ഇഷ്ടം പോലെ കൊടുക്കോ. അത് ഇപ്പോഴും കൊടുക്കോ, മംഗളത്തിന്റെ അന്നും കൊടുക്കോ, മംഗലം കഴിഞ്ഞാലും കൊടുക്കോ. അതിന് നീ കണക്ക് വെക്കണ്ട മോനെ. നീ ആദ്യം നോക്കേണ്ടത് ദീനാണ്.